ആ വിശ്വമിശേഷ വീട്ടില് കയറിയാ? ജോസഫിന്റെ വീട്ടിലെത്തി. അതിപ്പോ ജോസഫിന്റെ വീട്ടിലെ നമുക്ക് സംസാരിക്കാൻ നടക്കണ്ട. ബ്രദറുണ്ട്. സംസാരിക്കാൻ നടക്കണ്ട. കേൾക്കണ്ട്. അല്ല സംസാരിക്കാൻ നടത്തണ്ടോന്ന് ചോദിച്ചാ ഞാന്. ഇല്ലില്ല. അപ്പൊ ഞാന് അപ്പൊ ഇതെന്താ ഫേസ്ബുക്കില് ഇടാതിരിക്കാൻ എന്താ നടത്തണ്ടേ? അത് ഞാൻ പാർട്ടിയുടെ കേട്ടപ്പോഴേ പാർട്ടിയുടെ കേട്ടപ്പോഴേ ഒരു പാർട്ടിയുടെ നമ്മള് അതായത് നമ്മളവരെ ഭയപ്പെട്ടാൽ എന്ത് ചെയ്യുന്ന പറഞ്ഞേ? ജീവിതത്തിന്റെ ആത്മാവിനല്ല. അല്ലല്ല അവരെ നമ്മൾ ഭയപ്പെട്ടാൽ എന്ത് ചെയ്യുന്ന പറഞ്ഞേക്കണേ? പരിഭ്രാന്തനാവും. ആവുന്നല്ല. അത് ആരാ ആക്കൂന്ന് പറഞ്ഞാരാ? കർത്താവാണ് പറഞ്ഞത്. കർത്താവ് എന്ന് പറയുമ്പോ അസഹിഷ്ണുവായ ദൈവമാണ്. അവിടുത്തെ പക്കല് കോപമുണ്ട്, ക്രോധമുണ്ട്, അസഹിഷ്ണുതയൊക്കെ ഉണ്ട്. ഞാന് ഇത് ഇപ്പൊ ഈ തമ്പനയിൽ എന്ന് പറഞ്ഞാൽ ആ പേരൊന്നും ഇപ്പൊ വന്നിട്ടുള്ളതൊന്നല്ല. ഇപ്പൊ വന്നോന്നല്ലാന്ന്, കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള കാര്യമാണത്. ഈ ഇപ്പൊ പറഞ്ഞ കാര്യം കഴിഞ്ഞ വർഷം പറയാൻ പറഞ്ഞ കാര്യമാണ്. പിന്നെ പരിശുദ്ധാത്മാവ് അതിനകത്ത് തന്നെ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പറഞ്ഞു ഈ വർഷം പറയാൻ പറഞ്ഞു. അങ്ങനെയാണ്. പക്ഷെ തമ്പനയില് പോലെ തന്നെ ഒരു സാധനമാണ് ആദ്യം പരിശുദ്ധാത്മാവ് തന്നിട്ടുള്ളത്. അത് കേൾക്കുന്നവൻ ജട്ടിയിൽ മുള്ളുന്ന പോലെ സംഗതികളാണ്. അതൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഉദ്ദേശിച്ച പോലെ എന്ന് പറഞ്ഞാൽ, ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമുക്ക് മുമ്പ് തന്നിട്ടുള്ള പോലെ ഒന്നല്ല ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. മറ്റു മുമ്പ് തന്നിട്ടുള്ള വിഷയം കടുകെട്ടിന് കടുകെട്ടിന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദഹനക്കേടുണ്ടാവും അത് കേൾക്കുമ്പോ. അങ്ങനത്തെ സംഗതിയാണത്. പക്ഷെ അതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഞാനിത് 4 മിനിറ്റ് 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ് കൊണ്ട് അവസാനിക്കുന്നു വിചാരിച്ചിട്ട് അത് തീരുന്നില്ലായിരുന്നു. അത്രയും സമയമായി അത്. അപ്പൊ ചെറിയൊരു കാര്യം കണ്ടന്റ് പറയാനാണ് ഇരുന്നത്. അതാണ് ഇങ്ങനെ നീണ്ടുപോയി. ഇപ്പൊ 25 മിനിറ്റാണ് അത്. ഇത് ചെയ്യാനുണ്ടായ തടസ്സം എന്ന് പറഞ്ഞാല് മനുഷ്യന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പോലത്തെ തടസ്സം ഉണ്ടായി. എത്ര നാളായി എന്നറിയാം ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട്. ഈ വർഷം തന്നെ, ഈ വർഷം ഇപ്പൊ 4ാമത്തെ മാസം കടന്നിട്ടാണ് ഇപ്പോഴ ക്ലൈമാക്സ് ടൈം എന്ന് പറഞ്ഞ പോലെ ആ സമയത്താണ് ചെയ്യണേ. ഏതാ അപ്പൊ ഇത് നമ്മള് വിചാരിച്ച പോലെ ഒന്നല്ല. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്ന കാര്യങ്ങള് കേൾക്കണ്ട പറയണത്. പരിശുദ്ധാത്മാവിന്റെ വന്ദനം. ആവേ മരിയ മാനു. ബ്രദർ എന്താണ് ഇങ്ങോട്ട് ഞങ്ങളുടെ നാട്ടിലോട്ടൊന്നും വരാത്തത്? ഞങ്ങളുടെ നാട്ടിലോട്ടൊന്നും വാ, ഞങ്ങളുടെ കൂട്ടായ്മയിലോട്ടൊന്നും വാ. എന്നിട്ട് ഞങ്ങൾക്ക് ഒരു കൈവപ്പൊക്കെ വേണം ബ്രദറിന്റെ. കൈവപ്പിന് നിങ്ങൾ തിടുക്കം കൂട്ടിരിക്കുന്നാണ് പറഞ്ഞ ബൈബിളില്. അത് വായിച്ചിട്ടില്ലേ? കൈവപ്പിനെ ബ്രദർ ഒന്ന് വന്നിട്ട് ബ്രദറിന്റെ ഒരു കൈവപ്പൊക്കെ ഒന്ന് മേടിക്കാനായിരുന്നു. ഞങ്ങൾക്ക് ഒന്ന് വളരണ്ടേ ബ്രദറെ? വളരണം. അതെ, നട്ടവനോ നനച്ചവനോ അല്ല, വളർത്തിയവനാണ് വലിയവൻ. വചനാണത്. നട്ടവനോ നനച്ചവനോ അല്ലാന്ന്. പൗലോസ് നട്ടു, ശീലാസ് വെള്ളം ഒഴിച്ചു. പക്ഷെ വളർത്തിയത് കർത്താവാണ്. അപ്പോ നട്ടവനോ നനച്ചവനോ അല്ല, വളർത്തിയവനാണ് വലിയവൻ. നമ്മുടെ ആശയും ആഗ്രഹവും പ്രത്യാശയും ഒക്കെ പോണ്ടത് അവിടേക്കാണ്. അതൊക്കെ വളർത്തുന്നവനിലേക്കാ പോണ്ടേ. കർത്താവ് മാത്രമേ ലോകത്ത് പറഞ്ഞിട്ടുള്ളൂ ഞാൻ ചെയ്തതും അതിലും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന്. കർത്താവ് മാത്രമേ ലോകത്ത് പറഞ്ഞിട്ടുള്ളൂ, വേറൊരാളും പറഞ്ഞിട്ടില്ല. അപ്പോ ആ ദൈവത്തിൽ നമ്മുടെ പ്രത്യാശ വേണം.
പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് ഈ ഈ എന്താ പറയാ ഇപ്പൊ ഈ നടാനും നനയ്ക്കാനും കാരണമായ ആളുകളുണ്ടല്ലോ ആ മേഖല, ആ അതിനെ നമ്മൾ പരിത്യജിക്കാതിരിക്കുക. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ പരിത്യജിക്കാതിരിക്കാന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? മനസ്സിലായി. എന്താ ഉം. മനസ്സിലായത് എന്താ? പരിത്യജിക്കാതിരിക്കുക എന്ന് പറഞ്ഞാല് നട്ടവനും നനച്ചവനും നമ്മൾ പരിത്യജിക്കരുത്. അതെ, മനസ്സിലായ? മനസ്സിലായി. അപ്പൊ അതെന്താണ് എന്നാ ചോദിച്ചത്. നട്ടവനെയും നനച്ചവനെയും പരിത്യജിക്കരുത് എന്ന് പറഞ്ഞപ്പോ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മള് നിന്ദിക്കരുതെന്നാ. നമ്മള് നിന്ദിക്കരുതെന്നാ. നിന്ദിക്കല് അത് വേറെ. നിന്ദിക്കല് വേറെ. അതായത് ഇപ്പൊ നമുക്കേ നമ്മള് ഒരു മീനാന്ന് വിചാരിക്കും, മീന് നമ്മളെ മീനെ പിടിച്ചു അല്ലേ? മീനെ പിടിച്ചു. എവിടുന്ന് പിടിച്ചു? വെള്ളത്തിൽ നിന്ന് പിടിച്ചു. അല്ലെങ്കിൽ ഒന്നെങ്കിൽ പുഴയെന്നോ കടലിന്നോ അല്ലെങ്കിൽ കായലിന്നോ കുളത്തിന്നോ തോട്ടിന്നോ എവിടെന്നെങ്കിലും പിടിച്ചു. എവിടെന്നെങ്കിലും പിടിച്ചിട്ട് നമ്മളെ ഒരു ടാങ്ക് കെട്ടിയിട്ട് അല്ലെങ്കിൽ വേറൊരു വെള്ളത്തില് നമ്മളെ കൊണ്ടിട്ടു ജീവിക്കാൻ. മനസ്സിലായ? പിന്നെ നമ്മള് ആ വെള്ളത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ ഈ ടാങ്ക് കെട്ടി അല്ലെങ്കിൽ ജീവിക്കാനുള്ള വെള്ളവും അതിനുള്ള സാഹചര്യവും ഉണ്ടാക്കി തന്നു. മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ അതാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ നമ്മുടെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞു. ഇപ്പൊ നമ്മള് നാഴിക്ക് 40 വട്ടം, പഴയ ഡയലോഗാണ്, നാഴിക്ക് 40 വട്ടം എന്ന് പറഞ്ഞ പോലെ നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം, നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം. അല്ലെങ്കിൽ പരസ്പരം ചിന്തിക്കുന്ന ഒരു കാര്യല്ലേ? ഇത് കാരണമാണ് എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത് അല്ലേ? ഇത് കാരണമാണ് എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്. അല്ലെങ്കിൽ ഞാൻ ആരായിരുന്നു തന്നെ? ടാറ്റയുടെയോ ബിർളയുടെയോ മോളായി ഇരുന്നേനെ അല്ലേ? ആവുമായിരുന്നോ? അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. അല്ല, ഞാനതൊരു ഉദാഹരണം പറഞ്ഞു. ടാറ്റയുടെ ബിർളയുടെ മോളാവെന്ന് പറഞ്ഞാല് നമ്മുടെ ചിന്ത എന്താണെന്ന് അറിയാം? ഇതില് നല്ല ജീവിതമൊക്കെ എനിക്ക് കിട്ടിയാനെ അല്ലേ? അല്ലേ? നമ്മുടെ ആത്മാവിന് രക്ഷയില്ലാതെ വേറെ ഏത് ജീവിതം കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ഈ ജീവിതകാലം എന്ന് പറഞ്ഞാല് നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന 60, 70, 80, 90, 100 വർഷം അല്ലെങ്കിൽ അതിന് മുകളിൽ വർഷം നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന ഈ കാലം മാത്രമേ ഗുണം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ തീരുവാണ് അവിടെ. പക്ഷെ ഈ ജീവിതം എന്ന് പറഞ്ഞാല്, അതായത് നിങ്ങൾ ഈ ജീവിതത്തിൽ മാത്രമാണ് പ്രത്യാശ വച്ചിരിക്കുന്നതെങ്കിൽ, യേശുവിൽ വിശ്വസിച്ച നിങ്ങൾ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് യേശുവിൽ വിശ്വസിച്ചതെങ്കിലും പ്രത്യാശ വച്ചിട്ടുള്ളതെങ്കിലും നിങ്ങൾ മറ്റ് എല്ലാ ജനതയെക്കാളും നിർഭാഗ്യവാന്മാരാന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായ? എന്ന് പറഞ്ഞാൽ ഭാഗ്യം കെട്ടവരാന്ന്. അതായത് ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിൽ ആശ്രയിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ മറ്റെല്ലാ ജനതയെക്കാളും ഭാഗ്യം കെട്ടവരും നിർഭാഗ്യവാന്മാരുമാണ്. മനസ്സിലായോ? മനസ്സിലായി. അപ്പോ ഈ ജീവിതത്തെ മാത്രമല്ല, വരാനിരിക്കുന്ന ജീവിതത്തിലേക്കും കൂടി പ്രത്യാശ നൽകുന്ന വിശ്വാസമാണ് കർത്താവായ യേശുക്രിസ്തുവിലുള്ളത്. മനസ്സിലായോ? മനസ്സിലായി. ആ ജീവിതത്തെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. അതിന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 100 പറയും, മാക്സിമം 100 അല്ലെങ്കിൽ അത് കൂടുതൽ അല്ലേ? വേണമെങ്കിൽ ഒരു 10 കൊല്ലം കൂടിയൊക്കെ കൂട്ടിക്കോ ഇപ്പോഴത്തെ കണക്ക് വെച്ച്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ജർമ്മനിയിൽ എവിടെ ഒരു സ്ത്രീ 125 വയസ്സ് ആഘോഷിച്ചിട്ടുണ്ട്. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ് അത്. 125 വയസ്സ് വരെ ജീവിച്ച ഒരു ജർമ്മനിയിൽ ഇറ്റലി കൊണ്ട് ഒരു സ്ത്രീ 125 വയസ്സായിട്ട് മരിച്ചിട്ടില്ല. അപ്പൊ അത്രയാണ് വന്നിരിക്കുന്നത് മാക്സിമം. അത്രയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഈ ജീവിതം മാത്രം എന്ന് പറഞ്ഞാൽ. പക്ഷെ നമുക്ക് വരാനിരിക്കുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ സംഖ്യാതീതം എന്നാണ് ബൈബിളിൽ പറയുന്നത്. സംഖ്യാതീതം. സംഖ്യാതീതം എന്ന് പറഞ്ഞാൽ അറിയോ? സംഖ്യാതീതം എന്ന് പറഞ്ഞാൽ അറിയോ? അപ്പൊ സംഖ്യ ഇട്ട് നമുക്ക് ഇപ്പൊ എത്ര വലിയ സംഖ്യ എഴുതാൻ പറ്റും? ഒരു കടലാസിൽ എടുത്തിട്ട് സംഖ്യ ഇട്ടിട്ട് എത്ര വലിയ സംഖ്യ എഴുതാൻ പറ്റും? ലക്ഷം, കോടി,
ലക്ഷം അല്ലെങ്കിൽ കോടി അല്ലേ? കോടി കോടി. അല്ലെങ്കിൽ ലക്ഷം കോടി അല്ലെങ്കിൽ കോടി കോടി എന്നൊക്കെ എഴുതാൻ പറ്റും വേണമെങ്കിൽ. അതെ. അതിനേക്കാൾ ഉപരിയാണ് നിങ്ങളുടെ ആയുസ്. അതിനേക്കാള് ഉപരിയാണ് നിങ്ങളുടെ കടലാസിൽ നിങ്ങൾക്ക് എഴുതി തീർക്കാവുന്ന ആ സംഖ്യയേക്കാൾ ഉപരിയാണ് ദൈവം നിങ്ങൾക്ക് തരാനിരിക്കുന്ന നിത്യജീവൻ. ആ നിത്യജീവന് വേണ്ടിയിട്ടാണ് ഈ ആയുസ്സിൽ നമ്മൾക്ക് കുറച്ച് സഹനം കിട്ടുന്നത്. അപ്പൊ അതിനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റുമോ? അത് ചിലപ്പോ 3 വയസ്സിലും 1 വയസ്സിലും മരിച്ചു പോയ, അതായത് കുഞ്ഞായിരിക്കുമ്പോ 1 വയസ്സിലും 3 വയസ്സിലും മരിച്ചു പോയാലും ഇപ്പൊ 50 വയസ്സിലും മരിച്ചു പോയാലും അവർക്കും കിട്ടും. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ 1 വയസ്സിലായാലും 3 വയസ്സിലായാലും 50 വയസ്സിലായാലും കിട്ടുന്നത്. അപ്പൊ നമുക്ക് സഹിക്കാനുള്ളത് ഈ ചുരുങ്ങിയ സമയമാണ് നമുക്ക് സഹിക്കാൻ കിട്ടുന്ന ഒരു അവസരം. അതുകൊണ്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നതാണ്. ഇപ്പൊ നമ്മൾ പറയില്ലേ, മറ്റേ ഫെസ്റ്റിവൽ ബമ്പർ വന്നു, എത്ര കോടി, 25 കോടിയോ 50 കോടിയോ ഒക്കെ സമ്മാനം വെച്ചിട്ട് വന്നു. അപ്പൊ നമ്മൾ മുടക്കിയത് ഇപ്പൊ ഒരു 100 200 രൂപയാണെങ്കിലേ അപ്പൊ അതിനെ നമ്മൾ എത്ര വലുതായിട്ട് കാണും? വലുതായിട്ട് കാണും. ആ കിട്ടിയ സമ്മാനം 25 കോടി നമുക്ക് കിട്ടി, നമ്മുടെ ജീവൻ പോവാണെങ്കിലോ, അന്ന് നമ്മുടെ മരണമാണെങ്കിലോ നമ്മടെല്ലാം പോയി. അപ്പൊ 200 കോടി, അപ്പോ 200 കോടി നിനക്ക് കിട്ടിയത് ആരുടേതാകും? ചോദ്യം. മനസ്സിലായോ? അപ്പൊ നമ്മള് 200 മുടക്കി നമുക്കൊരു 25 കോടി രൂപ കിട്ടുമെന്നുള്ള ഒരു ഉറപ്പ് വന്നു. അത് കിട്ടണം അന്ന് പറഞ്ഞാല് ലോട്ടറി അടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അന്ന് തന്നെ പൈസ ഒന്നും കിട്ടില്ല. അപ്പൊ ലോട്ടറി പ്രൈസ് നമുക്ക് അടിച്ചാൽ നമ്മൾ അന്ന് മരിക്കുന്നു വിചാരിക്കും. അപ്പൊ തന്നെ നമുക്ക് ഈ ലോട്ടറി അടിച്ചുകൊണ്ട് എന്ത് ഗുണം? അന്ന് നമ്മുടെ ജീവൻ പോവാണെങ്കിൽ നമുക്ക് ഈ ലോട്ടറി അടിക്കണം എന്ന് ആഗ്രഹിക്കുവോ? അപ്പൊ പിന്നെ ലോട്ടറിനെ കുറിച്ച് ചിന്തിക്കുവോ? പിന്നെ ലോട്ടറിനെ കുറിച്ച് ചിന്തിക്കുവോ? ഇല്ല. അപ്പോ പക്ഷെ ദൈവത്തിന്റെ വാഗ്ദാനം അങ്ങനെയല്ല. നമ്മുടെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്നുണ്ട്, മരിക്കുമ്പോഴാണ് നമ്മൾ ജനിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ലോട്ടറിയുടെ പോലെയല്ല, നമ്മൾ മരിക്കണ അന്നാണ് ജനിക്കണെന്ന് പറയണത്. അപ്പൊ അതാണോ നല്ലത്, ഇതാണോ നല്ലത്? നമ്മൾ എന്ന് മരിച്ചാലും 1 വയസ്സിൽ മരിച്ചാലും 3 വയസ്സിൽ മരിച്ചാലും 50 വയസ്സിൽ മരിച്ചാലും 100 വയസ്സിൽ മരിച്ചാലും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പ്രത്യാശ വെച്ച് ജീവിച്ചവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നത്, നിങ്ങൾ മരിക്കുമ്പോഴാണ് നിങ്ങളുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ജീവിതമാണോ വിലപ്പെട്ടത്, ആ ജീവിതമാണോ വിലപ്പെട്ടത്? അല്ലല്ല, നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഈ ജീവിതം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് നിത്യജീവിതം കിട്ടുന്നത്, അല്ലേ? വിത്തില്ലാതെ ഏതെങ്കിലും വൃക്ഷം വളർന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോ നമ്മൾ ഉണ്ടാവണം. ഈ ജീവിതം നമുക്ക് വേണം. ഈ ജീവിതം ഉണ്ടെങ്കിലേ അടുത്ത ജീവിതം ഉള്ളൂ, അല്ലേ? അപ്പൊ ഇതാണ് വലുത്, അതാണ് വലുത്. ഈ ചെറിയ കൊച്ചു ജീവിതം ദൈവം നമുക്ക് തന്നതിന്റെ വില നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഇത് പറഞ്ഞ മനസ്സിലായാ? ഈ ജീവിതം ദൈവം നമുക്ക് തന്നതനുസരിച്ച്, ദൈവം പ്രത്യാശ നമ്മിൽ വെച്ചിട്ടുള്ളതനുസരിച്ച്, നമ്മുടെ പ്രത്യാശയല്ല, ദൈവം നമ്മുടെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മരക്ഷയാണ് ദൈവം കാണുന്നത്. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മളെ ഒരുക്കിയിട്ടുള്ളത്. ഈ ജീവിതം കൊണ്ട് നമുക്കത് നേടാൻ കഴിയുന്നെങ്കിൽ, ഈ ചുരുങ്ങിയ സഹനം കൊണ്ട് നമുക്ക് അത് നേടാൻ കഴിയുമെങ്കിൽ അതിന് നമ്മൾ വില കൽപ്പിക്കണോ വേണ്ടയോ? അപ്പൊ ഈ ചെറിയ സമയം അതാണ് പറഞ്ഞത്. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് കണ്ട് അവൻ അലറുന്ന സിംഹത്തെ പോലെ പുറത്ത് കാത്തു നിൽപ്പുണ്ട്, ആരെ വിഴുങ്ങണമെന്ന് കരുതിയത്. മനസ്സിലായാ? അപ്പൊ വിഴുങ്ങണതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? എനിക്ക് അറിഞ്ഞുകൂടാ ബ്രദറെ. ഇതെല്ലാവരും കേൾക്കണ്ടോ? കേൾക്കുന്നുണ്ട്, ബിനു കേൾക്കുന്നുണ്ട്, ചേട്ടൻ കേൾക്കുന്നുണ്ട്. അപ്പൊ വിഴുങ്ങണേന്റെ അത് നടക്കുന്നത് വിഴുങ്ങണേന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാൻ ചോദിച്ചേ.
ഒരാളോട് ജോയിൻ ചെയ്യാനുണ്ട് ഒരു മൂത്തമ്മ കൂടി. അല്ല, വിഴുങ്ങണേന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോന്ന്? അതാ ചോദിച്ചത്, വിഴുങ്ങണേന്റെ പ്രത്യേകത എന്താന്ന്? അതാ ചോദിക്ക്, പറയണില്ലല്ലോ നിങ്ങളാരും. വിഴുങ്ങാന്ന് പറഞ്ഞ മൊത്തത്തിലാണെന്ന് നമുക്കറിയാം. പക്ഷേ ചിലരൊക്കെ ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഒരു ചക്കപ്പഴോ അല്ലെങ്കിൽ ഒരു വാഴപ്പഴോ നേന്ത്രപ്പഴോ ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ വിഴുങ്ങാൻ പറ്റുമോ? പോയാ? അപ്പൊ ഒരു ചക്കപ്പഴം അല്ലെങ്കിൽ വാഴപ്പഴം ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ വിഴുങ്ങാൻ പറ്റുമോ? ഇല്ല, വിഴുങ്ങാൻ പറ്റിയല്ല. അപ്പൊ അതിന് ബാക്കി വരും. ബാക്കി വരും അല്ലേ? അപ്പൊ ഈ വിഴുങ്ങുക എന്ന് പറഞ്ഞതിന്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം, വിഴുങ്ങുക എന്ന് പറഞ്ഞ കാര്യത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള കാര്യം, അർത്ഥം എന്ന് പറഞ്ഞാല് ഒന്നും ബാക്കി വെക്കാതെ അവസാനിപ്പിക്കുക എന്നാണ്. ഒന്നും ബാക്കി വെക്കാതെ അവസാനിപ്പിക്കല്ല, ഒന്നും ബാക്കി വെക്കാതെ അവസാനിപ്പിക്കുക. അവസാനിപ്പിക്കലല്ല, ഒന്നും ബാക്കി വെക്കാതെ അവസാനിപ്പിക്കുക. മനസ്സിലായ? അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാൽ ശേഷിക്കുന്ന നമ്മുടെ ജീവിതം ബാക്കി വെക്കാതെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ പുറമെ കാത്തു നിൽപ്പുണ്ടെന്ന്. മനസ്സിലായില്ല? എന്ന് പറഞ്ഞാൽ ഈ ലോക ജീവിതത്തോടെ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ നിങ്ങളെ വിഴുങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. ഇതിപ്പോ പുറത്ത് എവിടെയെങ്കിലും പോയി ചോദിച്ചാൽ കിട്ടാത്ത കാര്യം ഇപ്പൊ പറഞ്ഞു തരണം കേട്ടാ. വേറെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. അപ്പൊ അത് നമ്മള് അതിന്റേതായിട്ടുള്ള വില എടുത്ത് കാണും. ഇത് പിന്നെ കണ്ട പട്ടികൾക്കും നായ്ക്കൾക്കും പന്നികൾക്കും ഇട്ട് കൊടുക്കരുത്. അത് വിശുദ്ധ സമൂഹത്തിന് കൊടുക്കണം എന്നാ പറയണേ. അപ്പൊ അതുകൊണ്ടല്ലേ പരിശുദ്ധാത്മാവ് ഇത് വിളമ്പിയത്. നല്ലത് പരിശുദ്ധാത്മാവ് വിളമ്പി തരുന്നുണ്ടെങ്കിൽ അങ്ങനെ പരിശുദ്ധാത്മാവിന് എന്തെങ്കിലും പദ്ധതി ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞ ഒന്നും ബാക്കി വെക്കാതെ വിഴുങ്ങല്, അവസാനിപ്പിക്കലാണ് വിഴുങ്ങല്. അപ്പോ നമുക്ക് വേണ്ടത്, നമുക്ക് പ്രത്യാശ വെച്ചിട്ടുണ്ട് അല്ലേ? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഈ ലോക ജീവിതത്തെ മാത്രമല്ല വരാനിരിക്കുന്ന ജീവിതത്തെയും കൂടി സംബന്ധിക്കുന്ന കാര്യങ്ങൾ ആത്മീയതയിൽ അടങ്ങുന്നുണ്ട്. അപ്പൊ വരാനിരിക്കുന്ന ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാതിരിക്കാൻ പാടില്ലാത്ത തരത്തിൽ, അല്ലെങ്കിൽ പ്രവേശിക്കരുത് എന്ന് കരുതിയിട്ട് നമുക്ക് അവശേഷിക്കുന്നത് പോലും ബാക്കി വെക്കാതെ അവൻ അവസാനിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് അവൻ പുറമെ കാത്തു നിൽക്കുന്നത്. മനസ്സിലായ? അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളായിട്ട് എന്നെ വിഴുങ്ങിക്കോ എന്ന് പറഞ്ഞ് വെച്ച് തല വെച്ച് കൊടുക്കുക. അപ്പൊ നമുക്ക് അടുത്ത ജീവിതം വേണ്ടാന്നാണ് നമ്മൾ തീരുമാനിക്കണേ. നമ്മിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുരാശക്തികള്, നമ്മിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന തിന്മ, അതുമൂലം നമ്മുടെ ശരീരത്തിന്റെയും ആത്മാവിന്റെയും ഇംഗിതം വിഭജിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നമുക്ക് ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മിൽ ഭരണം നടത്തണം. പരിശുദ്ധാത്മാവിന് സ്ഥാനം ഇല്ലെങ്കിൽ, പരിശുദ്ധാത്മാവിന് ഭരണം ഏൽപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ ഏറ്റെടുക്കും ഭരണം. അവൻ ഏറ്റെടുക്കുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും ഉണ്ടാവും. അയ്യോ ഞാൻ അതൊന്നും വേണ്ടാന്ന് വെച്ചാ ബ്രദറെ, അപ്പോഴേക്കും ഇങ്ങനെ ഉണ്ടായി, അത് ഇങ്ങോട്ട് വന്നതാണെങ്കിൽ ആ നേരത്ത് പെട്ടെന്ന് അങ്ങനെ ഉണ്ടായപ്പോ പെട്ടെന്ന് അങ്ങനെ തോന്നി, അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തു അല്ലേ? സങ്കടം വരുമ്പോ, ദേഷ്യം വരുമ്പോ, വിഷമം വരുമ്പോ, സഹിക്കാൻ പറ്റാണ്ടാവുമ്പോ, എനിക്ക് ദേഷ്യം വന്നിട്ടാ ഞാൻ അങ്ങനെ ചെയ്തത്, എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. നിന്നെ ദേഷ്യം വരുത്തുക എന്നുള്ളതാണ് അവന്റെ പണി. അപ്പൊ നീ അത് ചെയ്യുമെന്നറിയാം. അപ്പൊ ആ കാര്യങ്ങളിൽ നിങ്ങളിൽ പ്രവർത്തിക്കാൻ വേണ്ടി അവൻ എന്താണോ വേണ്ടത് എന്ന് വിചാരിച്ചു അറിയാന്ന്. അപ്പൊ അത് കൊടുക്കും. അവനൊന്ന് ദേഷ്യം പിടിപ്പിക്കുക. അവന് ദേഷ്യം പിടിപ്പിക്കാൻ എന്താ വേണ്ടത്? അവള് മര്യാദയ്ക്ക് ഒരു വാക്ക് പറയാണ്ടിരുന്നാ മതി. അപ്പൊ അവന് ദേഷ്യം വരും. മനസ്സിലായോ? അപ്പൊ മര്യാദയ്ക്ക് ഒരു വാക്ക് പറയാണ്ട് അവൻ ഇന്ന കാര്യം പറയുമ്പോ നീ എങ്ങനെ പറയണമെന്നുള്ള കാര്യം മറ്റവൻ കയറി തരും. മനസ്സിലായോ? അവൻ കയറി തരുമ്പോ നമ്മൾ അങ്ങനത്തെ ഡയലോഗ് അടിക്കും. ഡയലോഗ് അടിക്കുമ്പോ അവന്റെ ഭാഗത്തുനിന്ന് മറ്റേ സംഗതി വരും. മനസ്സിലായ? അപ്പൊ ഒരു വഴിക്ക് 2 പക്ഷിയോ 3 പക്ഷിനെയൊക്കെ അവൻ വീഴ്ത്തും. മനസ്സിലായ? അപ്പൊ അതിന്റെ പേരിൽ അതിനകത്ത് വേറെ ആൾക്കാർ ഇടപെടാൻ വന്ന പക്ഷികളുടെ എണ്ണം കൂടും. പക്ഷികളുടെ എണ്ണം കൂടും. പക്ഷികളുടെ എണ്ണം കൂടുന്നു അതിനകത്ത് വേറെ ആൾക്കാർ ഇടപെടാൻ വന്നാല്.
ഒന്നും ഉണ്ടായില്ല ചേട്ടാ. ഞാൻ ഇങ്ങനെ ഒരു വാക്കേ പറഞ്ഞുള്ളൂ. അപ്പോഴും പുള്ളി കയറിയിട്ട് അങ്ങനെ ചെയ്തു. ഞങ്ങൾ വിചാരിച്ചില്ല അങ്ങനെ ചെയ്യുമെന്ന്. മനസ്സിലായ? അപ്പൊ തീർക്കാൻ വന്ന ആൾക്കാർ 20 ആളുണ്ടാവും. അപ്പൊ 20 ആളും കൂടി അടിയാവും ചിലപ്പോ. മനസ്സിലായ? പഴയ ഒരു പഴഞ്ചൊല്ല് പറയില്ലേ, അമ്മയെ തല്ലിയ രണ്ടുണ്ട് പക്ഷെന്ന്. എന്ന് പറഞ്ഞ പോലെയോ. അപ്പോ അതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ, അതായത് ബ്രദറിന്റെ കൈവെപ്പല്ല, ബ്രദറിനെ നിങ്ങൾ അനാദരിക്കാതിരിക്കുക. മനസ്സിലായോ? അത് പൗലോസ്ലീഹ പറഞ്ഞ, നിങ്ങൾ എന്നെ അനുഗമിക്കുന്നവരായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പൗലോസ്ലീഹ വചനത്തിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ പൗലോസ്ലീഹയെ ഒരാള് അനുഗമിച്ചു കഴിഞ്ഞാൽ അവൻ എവിടെ എത്തുമെന്ന് പൗലോസ്ലീഹയ്ക്ക് ഉറപ്പുണ്ടെന്ന്. അതുപോലെ തന്നെ ഞാൻ പറയാന്ന് പൗലോസ്ലീഹ പറഞ്ഞു, ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാപി, അതുകൊണ്ട് ഞാൻ പറയാറുണ്ട് ഞാൻ രണ്ടാമനും മൂന്നാമനാണ് പാപികളിൽ എന്ന് ഞാനും പറയാറുണ്ട്. ഒന്നാം സ്ഥാനം പൗലോസ്ലീഹ എടുത്തില്ല. അപ്പൊ അത് ഞാൻ രണ്ടാമനോ മൂന്നാമനോന്നൊക്കെ പറയാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ഈ വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് ഞങ്ങൾക്ക് വഴികാട്ടിയായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാർഗദർശനം നൽകിയ ആ ബ്രദറിനോട് അല്ലെങ്കിൽ ബ്രദറിന്റെ കൂട്ടായ്മയോട് ആത്മാവിനോട് ഐക്യപ്പെടുത്തി വിശുദ്ധിയിൽ അതിവിശുദ്ധിയിൽ ജീവിക്കാനായിട്ട്, അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കാൻ കർത്താവെ ഞങ്ങളെ കൃപ ചെയ്യണം. ഞങ്ങളെ ഏതു തരത്തിൽ അങ്ങ് ഉയർത്താൻ അങ്ങ് പ്രത്യാശ വെച്ചിട്ടുണ്ടോ അത്തരത്തിൽ അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തേണ്ടതിന് അങ്ങ് ഞങ്ങളെ ഭൂമിയിൽ മഹത്വപ്പെടുത്തണമേ. ഈശോ പ്രാർത്ഥിച്ച പോലെയും കൂടിയാണ് ഇപ്പൊ പ്രാർത്ഥന. അത് നമ്മൾ ആഗ്രഹിക്കണം. പിന്നെ ഈശോയെ അവിടുന്ന് അല്ലെങ്കിൽ ബ്രദർ ഇവിടെ വന്ന് ഞങ്ങളുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുക, അതിനുവേണ്ടി ദാഹിക്കുക, പ്രാർത്ഥിക്കുക. 3 കാര്യങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ ആഗ്രഹിക്കുക, ദാഹിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുക, അതിയായി ആഗ്രഹിക്കുക, ദാഹിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ കാര്യം ദൈവം പ്രവർത്തിക്കും. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പ്രവർത്തിക്കും. ചിലർ എന്നോട് വിളിച്ച് പറയാറുണ്ട്, ധ്യാനത്തിന് പോകണം ബ്രദറെ, ബുക്ക് ചെയ്യണം, കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചോളൂ, ബുക്ക് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചോളൂ, ധ്യാനത്തിന് പോകാൻ വേണ്ടി തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചോളൂ എന്ന് പറയും. ഞാൻ അപ്പൊ അവരോട് പറയുന്ന 3 കാര്യമുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുക, അതിയായി ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി ദാഹിക്കുക. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേ. അങ്ങനെ നിങ്ങളുടെ ആഗ്രഹവും ദാഹവും പ്രാർത്ഥനയും എങ്ങനെയുണ്ടോ അതുപോലെ ദൈവം പ്രവർത്തിക്കുന്നു. മനസ്സിലായോ? ഇപ്പോ ഒരു 20 വർഷമായിട്ട് കുട്ടികളില്ലാണ്ടിരിക്കുന്ന ഒരാള്, അവൾക്ക് കുട്ടി ഉണ്ടാവണം എന്നൊരു ആഗ്രഹം, സ്ത്രീക്കോ പുരുഷനായിക്കോട്ടെ, അവരുടെ ആ ദാഹം വിലയിരുത്തി, അതായത് പഴയ ഹന്ന ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. അവളുടെ മുഴുവൻ ആരോഗ്യവും ശേഷിയും ശക്തിയും ഒക്കെ എടുത്ത് ദൈവസന്നിധിയിൽ അവള് വിതുമ്പി പ്രാർത്ഥിക്കുകയാണ്, ഏങ്ങലിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥിക്കുന്ന സമയത്താണ് പുരോഹിതൻ കണ്ടുവരുന്നത്, നീ ലഹരിയിലാണോ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കണേന്ന് ചോദിച്ചു. മനസ്സിലായ? എന്റെ ഹൃദയവ്യത കൊണ്ട് ഞാൻ അങ്ങനെ എന്താ പറയാ പരിഭ്രമിച്ച് വിഭ്രാന്തിയിലായി, ഇങ്ങനെ എന്താ പറയാ, എന്റെ ഹൃദയ ഗർഗതങ്ങള് പുറപ്പെട്ടത് കൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ്, ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് പ്രവാചകനോട് പറയുന്നുണ്ട്. അത്രയും വർഷം കഴിഞ്ഞിട്ടും അവൾക്ക് കുഞ്ഞിനെ കൊടുത്തു കർത്താവ്. ഇനി പരിശുദ്ധാത്മ വേറൊരു കാര്യം കൂടി പറയാം. അതായത് നമ്മൾ പള്ളിയിൽ പാട്ട് പാടും, എബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ശക്തനായ ദൈവമേ. കേട്ടിട്ടില്ലേ? ഹൃദയവേദികൾ തുറന്നങ്ങെ വിളിക്കുന്നു ഞങ്ങൾ, ദൈവസന്നിധിയിൽ കണ്ണുകൾ ഉയർത്തിയിടുവിൻ. ലോകനായകനാം ഈശനു ബലിയണയ്ക്കുവിൻ, ജീവിതം പരമനാഥനു കാഴ്ചവെക്കൂ. സത്യമായതു കടമയല്ലോ, ഭക്തിയോടുചിതമായതു ചെയ്തിടേണം. അങ്ങനെ പ്രാർത്ഥനയുണ്ട്. അപ്പൊ അതിനകത്ത് ആദ്യം പറയുന്ന 3 പേരുകൾ പറയുന്നുണ്ട്. എബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. അപ്പൊ എബ്രഹാം കഴിഞ്ഞിട്ട് ഇസഹാക്ക്. ഈ ഇസഹാക്കിന് മൂന്നാമത് പറഞ്ഞൊരു പേര് യാക്കോബ് എന്നാണ്. അപ്പോ മറ്റുള്ള മക്കൾ ഒക്കെ ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഈ യാക്കോബ് ഉണ്ടാകുന്നത്, അതായത് ഈ പാട്ട് അവർ പാടും, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ജീവിക്കുന്നവരാണ് അവര്. അവർക്ക് ഈ യാക്കോബ് എന്ന് പറഞ്ഞാൽ എബ്രഹാം, ഇപ്പൊ പറഞ്ഞില്ലേ എബ്രഹാമിന്റെ ഇസഹാക്കിന് യാക്കോബ് എന്ന് പറഞ്ഞ മകൻ, അതിന് കൂടെ ഒരാളും കൂടി ഉണ്ട്. ആ മകൻ ഉണ്ടാകുന്നത് 60-ാമത്തെ വയസ്സിലാണ്. മനസ്സിലായ?
ആ മകന്റെ പേരിൽ ഇന്ന് പറഞ്ഞാല് ഇസ്രായേൽ എന്ന് ദൈവജനത്തെ അറിയപ്പെടുന്നു. ഇസ്രായേൽ എന്ന് ഈ ഇസ്രായേൽ എന്ന് അറിയപ്പെടുന്ന ദൈവജനത്തെ, ലോകം മുഴുവനുള്ള ദൈവജനത്തെ ഈ വ്യക്തിയുടെ ഈ 60-ാമത്തെ വയസ്സിൽ ജനിച്ച മോന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ദൈവം നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ വൈകിട്ടുണ്ടോ അതിലൊക്കെ ദൈവത്തിന് വ്യത്യസ്തമായിട്ടുള്ള ഡിഫറന്റ് ആയിട്ടുള്ള ഒരു പദ്ധതികൾ ഉണ്ടായിരിക്കും. മനസ്സിലായി? അപ്പൊ ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലേ? ഈശോ മിശിഹായുടെ പരിശുദ്ധാത്മാവിനായി മരിയമാണ് പറഞ്ഞത്. എവിടെ വരെ കേട്ടു? എവിടെ വരെ കേട്ടു? ഇസ്ഹാക്കിന്റെ മകനായ യാക്കോബല്ല ഇസ്രായേൽ എന്ന് നീ വിളിക്കപ്പെടുമെന്ന് പറഞ്ഞു. ആ ഇസ്രായേലിന്റെ പേരിലാണ് ഇത് ലോകം മുഴുവനുള്ള ദൈവജനത്തെ ഇന്ന് അറിയപ്പെടുന്നത് ഇസ്രായേൽ എന്നാണ്. മനസ്സിലായ? അതുകൊണ്ട് നമ്മൾ പാട്ട് കേട്ടില്ലേ? ഇസ്രായേലി നാഥനായി വാഴുമേക ദൈവം പാട്ട് കേട്ടില്ലേ? അപ്പൊ അതുപോലെ ഈ മകന്റെ പേരിൽ 60-ാമത്തെ വയസ്സിൽ ജനിച്ച ആ മകന്റെ പേരിലാണ് ലോകം മുഴുവനുള്ള ദൈവജനം അറിയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നേരം വൈകിട്ട് നമുക്ക് എന്തെങ്കിലും ദാനങ്ങളോ ദൈവം തരാനുള്ള അനുഗ്രഹങ്ങളൊക്കെ വൈകിട്ടുണ്ടെങ്കിൽ അതില് ദൈവത്തിന് പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ ഉണ്ടായിരിക്കും എന്നാ പറഞ്ഞത്. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് അവര് കണ്ണീരോടെയാണ് വന്നതെങ്കിലും അവർ ആനന്ദത്തോടെ തിരിച്ചു പോകുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ദൈവത്തിൽ പ്രത്യാശ ഉണ്ടായിരിക്കണം. സഹിക്കാൻ എന്ത് തരത്തിലുള്ള സഹനം വന്നാലും അതിന് നന്ദി പറയാൻ പറ്റണം. എന്ത് അസ്വസ്ഥത ഉണ്ടായാലും അതിന് ഇനി പള്ളി പോകാൻ പറ്റില്ല, അച്ഛൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല, അപ്പൊ തന്നെ ദൈവസന്നിധിയിൽ ശരണപ്പെട്ട് സാഷ്ടാംഗം പ്രണമിച്ച് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. എന്നോട് ഞങ്ങളോട് പൊറുക്കണമേ. ഇങ്ങനെയാണ് സംഭവിച്ചു പോയത്. അതുകൊണ്ട് പറ്റിപ്പോയതാണ് ഈശോയെ. ഞങ്ങളുടെ അജ്ഞത കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും മൂഢത കൊണ്ടും ഞങ്ങളുടെ ബുദ്ധിശൂന്യത കൊണ്ടൊക്കെ ഞങ്ങൾക്ക് സംഭവിച്ചു പോയതാണ്. ഞങ്ങളോട് ക്ഷമിക്കണേ, പൊറുക്കണേ, മാപ്പ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാണ്. ദൈവം അതിശക്തമായിട്ട് തന്നെ ഇടപെടും. പിന്നെ ഒന്നിനെ കുറിച്ചും ഉത്കണ്ഠ, ആകുലരാണ്ട, ദുഃഖം, വിലാപം, ആകുലത, അതൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും വേണ്ട. നമ്മൾ സങ്കടപ്പെടാണ്ട് ഇരിക്കുക. എനിക്കിപ്പോ സങ്കടമൊന്നും ഇല്ല. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ സങ്കടമൊന്നും ഇല്ല. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് അത്. നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിക്കുവിൻ. നിങ്ങളെ കുറിച്ചുള്ള ദൈവഹിതം ഇതാണെന്നല്ലേ പറഞ്ഞിരിക്കണേ. ഞാൻ ഇപ്പൊ നമ്മുടെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഇട്ട വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പലരും പറയാത്ത കാര്യം നമ്മൾ പറഞ്ഞോണ്ടിരിക്കണേ. പലരും പറയാത്ത, കാണാത്ത, കേൾക്കാത്ത, അറിയാത്ത കാര്യം നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നതൊക്കെ. പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ട് അങ്ങനെ. ഈ കാര്യങ്ങളൊക്കെ പറയാൻ എനിക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടായാ? ആ വീഡിയോ ചെയ്തപ്പോ എനിക്കൊന്നും പറയാൻ പറ്റണില്ല. ഞാനാകെ ബബ്ബ അടിച്ചിട്ട് അതിനകത്ത് തുടക്കത്തിലൊക്കെ പറയണേ. മനസ്സിലായോ? പക്ഷെ ഞാൻ അത് തന്നെ ഇടും. ആ വീഡിയോ യൂട്യൂബിൽ അത് തന്നെ ഇടും എന്ന് തീരുമാനിച്ചു. അത് തന്നെ ഇട്ടു. കാരണം ഒരു വചനം, ഞാൻ കുറയുകയും അവൻ വളരുകയും വേണം. ഞാൻ നാണം കെട്ടാല് അല്ലെങ്കിൽ ഞാൻ കുറഞ്ഞു പോയാല് അതെന്റെ കർത്താവിന് വേണ്ടിയാണ്. അതെന്റെ കർത്താവ് എന്നെ ഉപരിമഹത്വം എനിക്ക് തരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് നമ്മള് അങ്ങനെ ആയിക്കോട്ടെ. തെറ്റുപറ്റിയതല്ലേ. അപ്പൊ അതിനെ കുറിച്ച് ഒരു അച്ഛൻ സംസാരിച്ചിട്ടുണ്ട്. അച്ഛന് എന്താ പറയാ, അച്ഛൻ ആദ്യമൊക്കെ നമ്മുടെ ടോക്കിനൊക്കെ എതിർത്ത് പറയാറുണ്ട്. അതെനിക്കറിയാം. അച്ഛൻ എന്നോടായിട്ടല്ല പറയണത്, അച്ഛന്റെ ടോക്ക് ഇടുന്നതാണ്. പക്ഷെ അച്ഛൻ അതിനകത്ത് ഇപ്പൊ ഇന്നലെ രാത്രി ഒരു ടോക്ക് ഇട്ടിട്ടുണ്ട് ആള്. അത് 2 മിനിറ്റ് 3 മിനിറ്റേ ഉള്ളൂ. അതിനകത്ത് പറഞ്ഞു ജ്ഞാനത്തെ കുറിച്ചാണ് ആള് പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനത്തിന്റെ സമ്പത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അച്ഛൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അച്ഛനെ എതിർത്ത് പറയാനൊന്നും ഇല്ലാത്ത തരത്തിലാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. കേട്ടോ? അപ്പൊ എനിക്ക് വേറെ ഫോൺ വരുന്നുണ്ട്, ഞാൻ നിർത്തുവാണ്. ഞാനൊരു കാര്യം പറയട്ടെ. പറയൂ. ഹലോ എന്താ കട്ടായി പോണേ? കട്ടായി പോണു ബ്രദറെ. ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി വചനം വായിച്ചു കഴിഞ്ഞ് ഞാനിങ്ങനെ കണ്ണടച്ചിട്ടിരിക്കുമ്പോഴേ വചനാണ് കാണുന്നത്. അത് ആ വചനത്തിൽ കൂടി ഇങ്ങനെ ബ്ലഡ് ഒഴുകി വന്നതായിട്ട് ഞാൻ കാണുന്നു.
ഒന്നും മനസ്സിലായില്ല. ഈ ബൈബിളിലെ പോലത്തെ വചനങ്ങളാണ് കാണുന്നത്. അവധി കൂടി ഇങ്ങനെ മഴ പെയ്യും പോലെ ബ്ലഡ് ഇങ്ങനെ ഒഴുകി വന്നു. അത് അങ്ങനെ കുറച്ച് സമയം അത് കണ്ട്. അതെന്താണെന്നാണ് ഞാൻ ബ്രദറിനോട് ചോദിക്കുന്നത്. അത് എന്താണെന്ന് ഇപ്പോ മേരി അമ്മച്ചി തന്നെ ഈശോയോട് ചോദിക്കാം. എനിക്കത് മനസ്സിലായില്ല ഈശോയെ. എനിക്ക് മനസ്സിലായില്ല ഈശോയെ, അതെനിക്ക് മനസ്സിലായില്ല. അതെന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണേ. എനിക്കൊരു അറിവുമില്ല. ഞാൻ കൊച്ചു കുട്ടിയാണ്. എനിക്കൊരു അറിവുമില്ല. അതെന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണേ ഈശോയെ. എനിക്കത് മനസ്സിലായില്ല ഈശോയെ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യം ഇനിയും കാണിച്ചു തരും. മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ അങ്ങനെ നമ്മൾ വിധേയപ്പെടുമ്പോ എനിക്കത് അറിയില്ല എന്ന് തന്നെ പറഞ്ഞു. ഈശോ എനിക്ക് അറിയില്ല, എനിക്ക് മനസ്സിലായില്ല, എന്നോട് എനിക്ക് പറഞ്ഞു തരണേ, എനിക്കൊരു അറിവുമില്ല എന്നൊക്കെ നമ്മുടെ കുറവൊക്കെ പറഞ്ഞു. ഈശോ എനിക്കത് മനസ്സിലാവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് എനിക്ക് പറഞ്ഞതായോ എന്ന് പറഞ്ഞ് എന്നെ സഹായിക്കണേന്ന് പറഞ്ഞ് ഈശോയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാം. അപ്പോ പരിശുദ്ധാത്മാവ് തന്നെ അത് വീണ്ടും കാണാനും നമുക്ക് അല്ലെങ്കിൽ മനസ്സിലാവാനും പാകത്തിന് അത് മനസ്സിലാക്കി തരും. അത് ഉണ്ടാവുമ്പോ എന്നോട് പറയണം. മനസ്സിലായ? ഇപ്പൊ എനിക്ക് അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും കാര്യങ്ങള്. ഇത് അതിന്റെ അടുത്ത ഒരു സ്റ്റെപ്പ്, നമ്മുടെ ശുശ്രൂഷയുടെ അല്ലെങ്കിൽ നമുക്ക് ദൈവം കാണിച്ചു തരുന്ന കാര്യങ്ങളുടെ അടുത്തൊരു സ്റ്റെപ്പ് നമുക്ക് നടക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ കാര്യം പറഞ്ഞത്. മനസ്സിലായോ? ഇപ്പൊ അതിന് മറുപടി പറയാൻ ദൈവം എന്നെ അനുവദിക്കാണ്ടല്ലാന്ന്. നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് തന്ന ഒരു കൃപ, അത് വീണ്ടും അതിനടുത്ത നടപടി ഈശോ നമുക്ക് ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിനോട് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പൊ അവരോട് തന്നെ പ്രാർത്ഥിക്കാൻ പറയാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ എനിക്ക് വേണമെന്ന് വെച്ചാൽ ചിലപ്പോൾ പറയാൻ പറ്റും. പക്ഷെ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഇങ്ങനെ പറയാനാണ് തോന്നിയത്. അപ്പൊ നമ്മളങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോ അതിന്റെ ബാക്കിയുള്ള കാര്യം പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തി തരും. അപ്പൊ അത് എന്നോടും നിന്നോടൊക്കെ പറയാം, ജോസഫിനോടൊക്കെ പറയാം. ലോകത്തുള്ള ആൾക്കാർ മുഴുവൻ പറഞ്ഞു നടക്കരുത്. ആവശ്യമുള്ളതാണെങ്കിൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാം. മനസ്സിലായ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് എന്റെ മനസ്സിലേക്ക്. പക്ഷെ ഞാൻ പറയുന്നില്ല കേട്ടോ ഒന്നും. അപ്പൊ നമ്മൾ തന്നെ പ്രാർത്ഥിക്കുക. അതിന്റെ ബാക്കി കാര്യം പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. എന്നെ പഠിപ്പിക്കണം ഈശോയെ, എനിക്ക് അറിയില്ല ഈശോയെ, എന്നെ പഠിപ്പിക്കണം. പറ്റിയെങ്കിൽ കരഞ്ഞു പ്രാർത്ഥിച്ചോ, ഈശോയെ എനിക്ക് പഠിപ്പിച്ചതായോ, എനിക്കൊരു അറിവുമില്ല, ഞാൻ കൊച്ചു കുട്ടിയാണ് ഈശോയെ, എനിക്ക് പറഞ്ഞു തായോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് ഈശോയോട് ചോദിക്കാം. അപ്പൊ ഈശോ പറഞ്ഞു തരും, പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും, നമ്മൾ സഹായിക്കും. ഓക്കെ? യൂട്യൂബ് ഓപ്പൺ ആയല്ലേ? ഓപ്പൺ ആയെന്ന് പറഞ്ഞാലേ ഞാനത് നമ്മൾ ചെയ്യാറുള്ള പോലെ അല്ല ചെയ്തത്. അത് ഞാൻ അവിടെ കടയിൽ പോയിട്ട് വൈഫൈ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. അതിപ്പോ ഇനി ശരിക്കും കയറുമോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. അത് വേറെ ചെയ്ത് നോക്കണം. അവരുടെ അടുത്ത് ചെയ്യാനുള്ള ഒരു മനസ്സിൽ തീരുമാനം വന്നിട്ടുണ്ട്. അല്ല, അത് ഇങ്ങനെ 2-3 സ്റ്റെപ്പായിട്ടാണ് അത് ഓപ്പണിംഗ് ആയിട്ടുള്ളത്. 2-3 സ്റ്റെപ്പായിട്ട്. അപ്പൊ ആയി. പക്ഷെ ഇനി അതിന്റെ പൂർണ്ണത അറിയണമെങ്കിൽ ഇപ്പൊ പറഞ്ഞില്ലേ, പൂർണ്ണത അറിയണമെങ്കിൽ നമ്മൾ പറഞ്ഞത് ഡയറക്റ്റ് ചെയ്തു നോക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഫോണിലുള്ളത് മറ്റേ ഉണ്ട്. അതായത് ഇപ്പൊ എന്റെ ഫോണിൽ BSNL പല സ്ഥലങ്ങളിൽ 3G കിട്ടുള്ളൂ. 3G മനസ്സിലായ? അപ്പൊ അതിന്റെ ഈ ഫാസ്റ്റിംഗ് വ്യത്യാസം ഉണ്ടായിരിക്കും. അത് ശരിയാണ്. അല്ല, നെറ്റും ഈ വൈഫൈ തമ്മിൽ അതായത് സംഭവം ഉപയോഗിക്കലില് ഈ യൂട്യൂബായിട്ട് ഇതില്ല. അത് സ്പീഡാണ് അല്ലേ? സ്പീഡ് അതിന് കപ്പാസിറ്റി വേണമല്ലോ. കപ്പാസിറ്റി വേണം. അപ്പൊ വണ്ടി ഓടും. എല്ലാ വണ്ടിയും ഓടും. അതുപോലെ തന്നെ 350 cc ബുള്ളറ്റ് കയറുന്ന പോലെ കയറുമോ? അപ്പൊ ഈ ചാനലിന് കുഴപ്പമില്ല. ചാനൽ ഓപ്പൺ ആയി. ചാനലും വൈഫൈയും ഡാറ്റയും തമ്മിൽ വ്യത്യാസമില്ല. അപ്പൊ അതെ, ഇനി എന്ത് തരത്തിലാണെങ്കിലും നമ്മൾ വിട്ടുപോയതാണെങ്കിലും അത് ഫേസ്ബുക്കിൽ കൊടുക്കുക. എനിക്ക് തന്നെ മനസ്സിൽ മുമ്പ് ഉദ്ദേശിച്ച പോലെ പറയാത്തത് കൊണ്ട് വിഷമമുണ്ട്. പക്ഷെ ഇത് ദൈവത്തിന്റെ തീരുമാനമാണത്. മനസ്സിലാകുന്നവർക്ക് അത് നന്നായിട്ട് മനസ്സിലാവുള്ളൂ പറഞ്ഞ കാര്യങ്ങളെ. പക്ഷെ എനിക്കറിയില്ല അതെങ്ങനെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അതിനിട്ട് അപ്പൊ ഇതിനെ നമുക്കൊരു നന്ദി പറയാം. ഇങ്ങനെ ചാനൽ ഓപ്പൺ ആക്കി തന്നതിനും ഞങ്ങളെ കൂട്ടാൻ പ്രാർത്ഥിക്കുന്നതായിരുന്നു. നമ്മള് നന്ദി പറഞ്ഞില്ല. നന്ദി ഞാൻ പറഞ്ഞു. നന്ദി ഞാൻ പറഞ്ഞു. അത് ചെയ്യുമ്പോ തന്നെ ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്യണതൊക്കെ.
കർത്താവ് ഒരിക്കൽ കൂടി അല്ലേ എന്നാ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് തീർക്ക്. എനിക്ക് വേറെ കോള് വന്നിട്ടിരിക്കണേ, എന്നിട്ട് സാധനങ്ങളൊക്കെ മേടിക്കണ്ടേ. കർത്താവ് നിമിഷം ഞങ്ങൾ ഒരുമിച്ച് കൂടി നന്ദി പറയുന്നതേ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഞങ്ങളുടെ കൂട്ടായ്മയുടെ പ്രാർത്ഥന കർത്താവെ അങ്ങ് ബന്ധനത്തിൽ കിടന്ന ഇഷ്ടം പോലെ നെയ്ച്ച മോഹത്തിലുള്ള യൂട്യൂബ് ചാനലിന്റെ കർത്താവെ അങ്ങ് തുറന്നതിനോട് നന്ദി പറയുന്ന കർത്താവെ. ഇന്ന് നിമിഷം ഞാൻ ഒരുമിച്ച് കൂടി നന്ദി പറയുന്ന കർത്താവെ. കൃപയുടെ നിരവധി കൃപയുടെ മഹത്വം കർത്താവ് ഞങ്ങളിലേക്ക് നിറഞ്ഞു കവിഞ്ഞ് സമൃദ്ധി നൽകുന്ന നന്ദി പറയുന്ന കർത്താവെ. ഈ മകനം ചെയ്തു പോയ ആ ഒരു വലിയൊരു ഭയത്തിന്റെ പേരിൽ ആ ചെയ്തു പോയ കാര്യം ഈ മകനം ക്ഷമിക്കുന്ന ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നിരവധി അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും എല്ലാം യേശുനാമത്തിൽ ദൈവപിതാവിനെ അനന്തോടി കൃതജ്ഞതയോടെ സ്തുതിക്കുന്നു. ദൈവത്തിന് ആരാധന, ദൈവത്തിന് ആരാധന, ആത്മാവാൻ ദൈവത്തിന് ആരാധന, ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാൻ ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന, പിതാവാൻ ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാൻ ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. ഈശോ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഈശോയെ കൂട്ടായ്മ സകല ബന്ധന നിമിഷത്തിലെ ഈശോയെ അത് ബന്ധനം ഇനിയും അഴിയട്ടെ കർത്താവ്. സകല ബന്ധനം അഴിഞ്ഞ ഈശോയെ കർത്താവിന്റെ ആത്മാവുണ്ട്, സ്വാതന്ത്ര്യമുണ്ട് കർത്താവ്. വചനം ഈ നിമിഷം പ്രവർത്തിക്കണമേ കർത്താവ്. ഇഷ്ടം പേരിനെ ഈശോയെ അങ്ങയുടെ കൃപയാൽ കർത്താവ് സ്വതന്ത്രമാക്കണമേ കർത്താവ്. ഈ ലോകം മുഴുവൻ കർത്താവ് അറിയപ്പെടുന്ന ഈശോ വിശുദ്ധിയുടെ ഒരു കൂട്ടായ്മയായിട്ട് ഈശോ കൂട്ടായ്മ വളർത്തണമേ കർത്താവിന് വേണ്ട കാര്യങ്ങളെല്ലാം കർത്താവ് ഈ കളിമൺ പാത്രങ്ങൾ ഈശോ പകർന്നു തരണമേ. ഈശോയുടെ കൃപയാൽ ഞങ്ങൾ വളർത്തണമേ കർത്താവ്. ഒന്നും അറിയില്ല, ഈശോയുടെ കൃപയാൽ ഞങ്ങൾ വളർത്തണമേ. അങ്ങയുടെ കൃപയാൽ അങ്ങയുടെ ഈശോയെ കൈവെള്ളയിൽ ഞങ്ങൾ വളർത്തണമേ കർത്താവ് പ്രാർത്ഥിക്കുന്നു. ഈശോയെ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച ഈശോയെ അങ്ങേക്ക് യേശുനാമത്തിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മേക ദൈവത്തിന് അനന്തകോടി നന്ദി സ്തുതി സ്തോത്രം ആരാധന മഹത്വമെന്ന് അനന്തകോടി പ്രാവശ്യം ഏറ്റുചൊല്ലി ഉദ്ഘോഷിക്കുന്നു, പ്രഘോഷിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾ ഏക മനസ്സോടെ അർപ്പിക്കുന്നു. ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ വന്ദനം. ആവേ മരിയ ഇമ്മാനുവേൽ. ഓക്കെ. എന്ത് കാര്യം ഒരു നന്ദി പറയുന്ന ഒരു ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രേരണ എപ്പോഴും വരും. ഒരു കണക്ഷനായ പോലെ നമ്മൾ അല്ല, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം അത് ആണല്ലേ. ഇല്ല അങ്ങനെ ഒരു ചിന്ത എപ്പോഴും വരാറുണ്ട്. നന്ദി, പരിശുദ്ധാത്മാവിന് അപപിതാവ് നന്ദി. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും ബാക്കി അടുത്തതിൽ സംസാരിക്കാമെന്ന് എനിക്ക് തോന്നണം. ഞാന് വേറെ നോക്കട്ടെ ഇനി എനിക്കറിയില്ല. പറഞ്ഞില്ലേ എല്ലാത്തിനും ഞാനും ചേട്ടനല്ലേ കണ്ടിട്ടുള്ളൂ, മറ്റുള്ള ടീമങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. എല്ലാവരും ആഗ്രഹിക്കുക. നമ്മള് ഇപ്പൊ പറഞ്ഞില്ലേ 3 കാര്യങ്ങൾ ചെയ്യാം. ആഗ്രഹിക്കുക, ദാഹിക്കുക, പ്രാർത്ഥിക്കുക. അപ്പോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ദൈവം പ്രവർത്തിക്കും. നമ്മൾ ഏത് കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഉദ്യമിക്കുന്ന ആ കാര്യത്തിന് വേണ്ടി നമ്മൾ നന്നായിട്ട് ആഗ്രഹിക്കുകയും ദാഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദാഹിക്കുന്നവൻ ജീവന്റെ ജലം സൗജന്യമായി കുടിക്കുക. അപ്പൊ അതിന് നമ്മൾ തയ്യാറാവുക. ദൈവം പ്രവർത്തിച്ചത്. ഓക്കെ. വലിയൊരു കൂട്ടായ്മയായിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോയായിരുന്നു. പക്ഷെ കർത്താവിന്റെ കൃപയാല് അതൊരു കൂട്ടായ്മയായിട്ട് മാറി. ഓക്കെ നന്ദി.